UK-യിൽ സ്റ്റുഡന്റ് വിസയിലെത്തി ഫാമിലിയെ കൊണ്ടുവന്നിട്ടുള്ള നിരവധി പേരുണ്ട്. അവരുടെ കാര്യത്തിൽ മറ്റൊരു വർക്ക് വിസയിലോട്ട് മാറുകയാണെങ്കിൽ അവർക്ക് ആനുവൽ സാലറി 29,000 എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഫാമിലിയെ കൂടെ നിർത്താനായി സാധിക്കുകയുള്ളൂ. കെയർ വിസയിലോട്ട് മാറാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും ഹസ്ബൻഡിനും വൈഫിനും വർക്ക് വിസ കിട്ടുന്ന സാഹചര്യത്തിൽ മാത്രമാണ് UK-യിൽ തുടരാനായി സാധിക്കുകയുള്ളൂ. എന്നാൽ കുട്ടികൾക്ക് വേണ്ടി ഡിപെൻഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നിലവിലില്ല. UK-യിൽ വന്നതിന് ശേഷം കുട്ടികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർക്ക് കുട്ടികളെ കൂടെ നിർത്തുന്നതിന് പുതിയ നിയമങ്ങൾ യാതൊരു രീതിയിലും തടസ്സവുമല്ല. ഇപ്പോഴും UK-യിലെ നിരവധി കെയർ ഹോമുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സ്പോൺസർഷിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കെയർ ഹോമുകളുടെ വെബ്സൈറ്റ് ഡയറക്റ്റായി വിസിറ്റ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ നൽകുകയാണെങ്കിൽ പല കെയർ ഹോമുകളും ഫ്രീ ആയി തന്നെ നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. ആർക്കും യാതൊരു ക്യാഷും നൽകാതെ തന്നെ UK-യിൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ തന്നെയാണ് നിരവധി കെയർ ഹോമുകൾ ഇപ്പോൾ നൽകുന്നത്. ഇപ്പോൾ ധാരാളം വ്യാജ ഏജൻസികൾ പറയുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു വിസയിൽ നിങ്ങളെ UK-യിൽ എത്തിക്കാം, അതിനുശേഷം നിങ്ങൾക്ക് മറ്റ് വിസകളിലോട്ട് മാറിയാൽ മതി എന്നുള്ളത്. അത്തരം ഓപ്ഷനുകളൊന്നും UK-യിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല.